അവനെ ബാത്റൂമിൽ വിട്ടിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദേഹത്താകെ വിയർപ്പ് മണം ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ മൂക്ക് പൊത്താൻ തോന്നുന്ന ഈ മണം മൂക്കിലേക്ക് വലിച്ചു കയറ്റിയത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. അവനെന്നെ ഉഴുതുമറിച്ചപ്പോൾ വന്ന വിയർപ്പാണ്. ദൈവമേ, ഇതിൽ തെറ്റും ശരിയുമുണ്ടോ? ഒന്നെങ്കിൽ കൺട്രോൾ ചെയ്യാനുള്ള ശക്തി ദൈവം തരണം, അതല്ലെങ്കിൽ ആൺതുണ കൂടെ വേണം. പിന്നത്തേക്ക് വയ്ക്കാൻ ഇത് ജിമ്മിൽ പോകുന്ന കാര്യമല്ലല്ലോ. മനുഷ്യന് ഉറക്കം കിട്ടട്ടെ. ട്രോളിൽ കാണുന്ന പോലെ ആ പറച്ചിൽ ഞാൻ കടമെടുക്കുകയാണ്. തെറ്റ് ചെയ്യാത്തവർ ആരുമില്ല ഗോപു എന്ന്. ഇവിടെ ആള് ഗോപു അല്ല, മറിച്ച് അത്യാവശ്യം ലീലാവിലാസം അറിയാവുന്ന ഗോപാലകൃഷ്ണൻ ആണെന്ന് മാത്രം. കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലമായി. കല്യാണം കഴിഞ്ഞ മാസം തന്നെ ബോംബെക്ക് അയാൾ റിട്ടേൺ പോയപ്പോൾ എനിക്ക് തോന്നി അയാളെ ആരോ നിർബന്ധിച്ചു കല്യാണം കഴിപ്പിച്ചതാണെന്ന്. സത്യത്തിൽ അത് തോന്നലല്ല, സത്യമായിരുന്നു. എങ്ങനെയും സമ്പാദിക്കുക എന്ന ഒറ്റ ലക്ഷ്യവുമായി ഒരാൾ ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ അയാൾ ചുറ്റുമുള്ളത് എല്ലാം മറക്കും. അയാൾ അങ്ങനെ മറന്നുപോയപ്പോൾ എല്ലാവരും കൂടി ഓർമ്മിച്ച ശേഷം എന്നെ പിടിച്ച് അയാളുടെ തലയിൽ വെച്ച് കൊടുത്തു. ഇതൊന്നും അറിയാതെ അയാളെ കല്യാണം കഴിച്ച ഞാൻ ആരായി? കല്യാണം നടത്തി തന്ന ഫാമിലി എന്തായി? കല്യാണം കഴിച്ചില്ലെങ്കിൽ അയാളുടെ അമ്മ തൂങ്ങുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് അയാൾ കല്യാണം കഴിച്ചത്. ഈ കാര്യങ്ങൾ ഏറെക്കുറെ അയാൾ പറയുകയും ചെയ്തു. മൊത്തം കേട്ട് കിളിപാറിയ ഞാൻ അന്ന് രാത്രി ബോധം കെട്ടു വീണു. എന്താ സംഭവിച്ചെന്ന് ആർക്കും ഒരു പിടിയുമില്ല. അവിടെ നിന്ന് ആള് നൈസായിട്ട് എസ്കേപ്പായി. ആ ചെകുത്താൻ ഹോസ്പിറ്റൽ പോലും വന്നില്ല. കാര്യങ്ങൾ അയാളുടെ അമ്മയോട് പറഞ്ഞപ്പോൾ നീ വേണം ഇനി അവനെ നേരെയാക്കാൻ നിന്ന്. ഇതെന്താ കുട്ടൻ തമ്പുരാന്റെ സിനിമാ കഥയോ? ഞാൻ ചതിക്കപ്പെട്ടിരിക്കുന്നു. ഇക്കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും അത് തന്നെ പറയുന്നു. നീ വേണം അവനെ നേരെയാക്കാൻ നിന്ന്. അവര് കാണുന്നത് സ്വത്ത് സമ്പാദ്യമാണ്. ഇത് തന്നെയാണ് അയാളുടെ വീട്ടുകാരും കാണുന്നത്. അയാൾ കെട്ടാതെ ഇരുന്നാൽ ഇക്കണ്ടത് മുഴുവൻ ആര് തിന്നാനാ? മക്കള് വേണം. എന്റെ ദൈവമേ, എന്തൊക്കെ ഇവിടെ നടക്കുന്നേ, ഒന്ന് പറഞ്ഞു തരാമോ? ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ എല്ലാ നേരവും ഞാൻ ദൈവത്തോട് ചോദിച്ചത് ഇത് മാത്രമായിരുന്നു. ദൈവത്തിനൊന്നും മിണ്ടാനില്ല. നീ പെട്ടുമോളെ എന്നായി ദൈവം. അയാളൊന്ന് ഫോൺ വിളിക്കണമല്ലോ. ഇങ്ങനെയുമുണ്ട് മനുഷ്യന്. അയ്യയ്യേ, ഇവിടെ പറ്റില്ല, ഞാൻ തൂങ്ങുമെന്ന് ഞാനും അമ്മയോട് പറഞ്ഞു. തൂങ്ങിയാൽ എന്റെ ശവം താഴെ ഇറക്കാനേ നിവൃത്തിയുള്ളൂ എന്ന് എന്റെ അമ്മയും. നിങ്ങളൊരു അമ്മയാണോ തള്ളേ എന്ന് ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചു. അമ്മ ഒന്നും മിണ്ടുന്നില്ല, ആരും ഒന്നും മിണ്ടുന്നില്ല. എന്നാ പിന്നെ ഞാനും ആരോടൊന്നും മിണ്ടുന്നില്ല. എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കും. അങ്ങനെ ഒരു ദിവസം വീടിന്റെ അടുത്തുള്ള ആന്റിയുടെ മകൻ എന്നെ കാണാൻ വന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ആദ്യം ഒന്ന് പൊട്ടിച്ചിരിച്ചെങ്കിലും പിന്നെ അവന് മനസ്സിലായി അതിന്റെ ആഴവും പരപ്പും. ഇതെന്താ ഇങ്ങനെ? എനിക്കറിയില്ല. അന്നത്തെ ആ കൂടിക്കാഴ്ച ഞങ്ങൾ പലതും സംസാരിച്ചു. ബാല്യകാലത്തെ പല കാര്യങ്ങളും, അതിൽ ചില ബാല്യ ചാബല്യങ്ങളും. അതിൽ ചിലത് രണ്ടാളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയിച്ചു. നിനക്ക് ഓർമ്മയുണ്ടോ? അവന്റെ ചോദ്യത്തിന് ഞാൻ വീണ്ടും ചിരിച്ചു. ആ ചിരിയിൽ പിടിച്ചു കയറിയിട്ട് അവൻ അടുത്ത കാര്യം ചോദിച്ചു. ഷോ ഇവൻ. ഞാൻ നാണം കൊണ്ട് മുഖം പൊത്തി. എവിടെയോ പറ്റിപ്പോയ ഒരു തരിപ്പ് എന്റെ ഉടലാകെ പാഞ്ഞു നടന്നു. അവൻ വല്ലപ്പോഴും എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. ഈ വീട്ടിലുള്ളവർക്കോ അവന്റെ വീട്ടുകാർക്കോ എന്റെ വീട്ടുകാർക്കോ ഒരു സംശയവുമില്ല. അത് നന്നായി. വീട്ടിൽ റിസ്ക് ഉള്ളപ്പോൾ വല്ലപ്പോഴും പുറത്ത് വെച്ച് കാണും. കൂടിക്കാഴ്ചകൾ കൂടിയപ്പോൾ ഒരു തവണ കൈവിട്ടു പോയി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ പറയണ്ടെന്ന് പകരം അവൻ ആ ഡയലോഗ് പറഞ്ഞു. ശരിയാണ്, തെറ്റല്ലെന്ന് തോന്നുന്നു. തരേണ്ടവൻ തരുന്നില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ചതിച്ചു. അവന് താല്പര്യമില്ലെങ്കിൽ എന്റെ ജീവിതം എന്തിനു കളഞ്ഞു? എന്റെ ജീവിതത്തിന് യാതൊരു വിലയുമില്ല. ഇല്ലെന്നാണ് അമ്മ പറഞ്ഞത്. കാരണം ഞാൻ തൂങ്ങിയാൽ ആ കയറ് താഴെ ഇറക്കുകയേ നിവൃത്തിയുള്ളൂ എന്നല്ലേ അമ്മ പറഞ്ഞത്? അത്രക്കും തീവ്രമായി ഒരു അമ്മയ്ക്ക് പറയാൻ കഴിയുമോ? കഴിഞ്ഞല്ലോ. അതാണല്ലോ പറഞ്ഞത്. എന്തായാലും ഇനി എന്താണെന്ന് അറിയാൻ പാടില്ല. ഇപ്പോ ഇതിങ്ങനെ പോകുന്നു. ആള് ഇടയ്ക്കിടയ്ക്ക് വരും. വല്ലപ്പോഴും കുറച്ചു നേരം സംസാരിക്കും. ചിലപ്പോൾ രാവിലത്തെ ഫ്ലൈറ്റിന് വന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് തിരിച്ചു പോകും. ഒരു അരവട്ടിൽ
തുടങ്ങി മുഴുവട്ടിലേക്ക് പോയി. ഇപ്പോൾ 1.5 വട്ടനായി മാറി. എനിക്ക് അയാളോട് സഹതാപം മാത്രമേ ഉള്ളൂ. എന്താണ് അയാളുടെ ജീവിത ഉദ്ദേശം? അത് നടപ്പിലാകട്ടെ. ഒരിക്കൽ ഒരു തരത്തിലും ഞാൻ അതിന് ബാധ്യതയാകില്ല. എന്നെ ചൂടാക്കാൻ ഞാൻ ആളെ കണ്ടെത്തി. കയറിൽ തൂങ്ങുന്നതിന് നല്ലത് അത് തന്നെയാണല്ലോ. ആർക്കും ഇപ്പോ ഒരു പരാതിയുമില്ല. വളരെ സന്തോഷം. കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ബാധ്യത ഒഴിപ്പിക്കലാണെന്നാണ് പെൺകുട്ടിയുടെ വീട്ടുകാരുടെ വിചാരം. ഇപ്പുറമാണെങ്കിൽ ആ പെണ്ണ് കെട്ടിയാൽ ആണ് നേരെയാകുമെന്നാണ് ആണിന്റെ വീട്ടുകാരുടെ വിചാരം. ഇതൊക്കെ ചിതലരിച്ച വീടിന്റെ മേൽക്കൂര പോലെ ഇപ്പോഴും നിർവഹിച്ചു കിടക്കുന്നു. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സ്വന്തം സന്തോഷം സ്വയം കണ്ടെത്തുക. അതിന് മറ്റൊരാളും വിലങ്ങ് തടിയാകാതെ നോക്കുക. ഇനി മടുത്താൽ അടുത്ത വഴി നോക്കുക. ആർക്കു വേണ്ടിയും ഒന്നും ഹോമിക്കേണ്ട. സ്വാർത്ഥത നമ്മുടെ ചുറ്റും ഇപ്പോൾ അത് മാത്രമേ ഉള്ളൂ. ജീവിക്കൂ.